എന്താ പേര്? എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. രഞ്ജിത്ത്. ഈ രഞ്ജിത്ത് കുറച്ചു നേരത്തെ വന്നിട്ട് ചേട്ടാ ഞാൻ മിമിക്രി അവതരിപ്പിക്കും, മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. ഒന്ന് രണ്ട് ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത്രയും ഡിറ്റോ വോയിസ് ഈ അടുത്ത സമയത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ആദ്യം നമ്മുടെ അജു വർഗീസിന്റെ ശബ്ദം. ഓക്കെ, കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കണം. എന്റെ പൊന്നു മാമച്ചനോട് ഞാനൊരു 110 തവണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശ. ഇവിത്തേന്ന് ഞാനൊരു 10 പൈസ തരൂല മോനെ. ബ്ലഡി ഫുൾ. ഡിറ്റോ വോയിസ് അല്ലേ? ഇനി അടുത്തത് ധർമ്മജന്റെ വോയിസ്. ആരും ചെയ്തിട്ടില്ല. ധർമ്മജന്റെ വോയിസ് വെറൈറ്റി. ഇതാണ് അമ്മച്ചി പറഞ്ഞേ അപ്പച്ചനും പാപ്പച്ചാന്റെ കണ്ടിച്ചമ്പില്ലേ കംപ്ലീറ്റിങ് എത്തിക്കളെന്ന് തോന്നി. എന്റെ പൊന്നു മുകേഷ് ചേട്ടാ, ഈ നിൽക്കുന്ന പിഷാരടിക്കണ്ടല്ല, ഈ പറഞ്ഞ പൊക്കവും കൊണ്ടിട്ട് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ചേട്ടന് കാര്യം അറിയോ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ് എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉന്നയി ചെന്നപ്പോ അവര് പറയണേ, ദൈവമേ നീ പിന്നെ വന്നാന്ന്. ഇനി ആരെയാണ് വെറൈറ്റി? അടുത്തൊരു സീരിയൽ താരമാണ്. സീരിയൽ താരം തട്ടിമുട്ടിയും എന്ന സീരിയലിലെ അർജുനേട്ടനെ അതിഗംഭീരമാക്കിയ നമ്മുടെ ജയേട്ടൻ. മോഹനവല്ലി, അമ്മ അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ പടം വെക്കാന്ന് പറഞ്ഞമ്മേ. നല്ലതല്ലേ അമ്മ? മോഹനവല്ലി അല്ലെങ്കിൽ വേണ്ട, അമ്മയാ നല്ലത്. അമ്മയുടെ മുഖപ്പ് കണ്ടോ, കന്നുകാലി വരുന്ന പോലെ. മോഹനവല്ലി ഇനിയുണ്ട്. അടുത്തേതാ? പ്രേമം സിനിമയിലെ വിമൽ സാർ, വിനയ് ഫോർട്ട്. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ. ജാവ ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. ഇത് റോബസ്റ്റ പഴമല്ല. റോബസ്റ്റ നമ്മൾ 21ാമത്തെ ടെസ്റ്റ് വീക്കിലുണ്ട്. കൂടുതലായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ഓക്കെ. അടുത്തത് ഈ ചാന്ത് പൊട്ടുന്ന സിനിമയിലെ ഇന്ദ്രജിത്ത്, കൊമ്പൻ കുമാരൻ എന്ന ക്യാരക്ടർ. തനിക്കെന്നെ മനസ്സിലായ? എങ്ങനെ മനസ്സിലാകാനാ? ഒരിക്കൽ തന്റെ പരാക്രമത്തിൽ ചത്തുപോയില്ലേ, അതെന്റെ അച്ഛനാ. തനിക്കറിയാവാ, അച്ഛൻ മരിച്ചാൽ പിന്നെ ഞങ്ങ പട്ടിണിയായിരുന്നു. പട്ടിണി എന്ന് വെച്ചാ പട്ടിണി. അത് സഹിക്കാൻ പറ്റാതെ എന്റെ അമ്മ ഒരു വരത്തന്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുമാരനെ തുറവിട്ട് പോയില്ല. എന്തിനാണെന്നറിയാവാ? തന്റെ മുമ്പ് ഇതുപോലെ വന്നു നിൽക്കാൻ. വള്ളത്തേന്ന് മീമാരിയും തമ്മിൽ തല്ലി അങ്ങോട്ട് വളർന്നു. ഞാൻ അറിയാതെ എന്റെ കുറുമ്പും അങ്ങോട്ട് വളർന്നു. ഇപ്പൊ നാട്ടുകാർ വിളിക്കുന്നത് കൊമ്പൻകുമാരാന്ന്. എന്നോട് കളിക്കുന്നതേ സൂക്ഷിച്ചൊക്കെ വേണം. ആ ചെല്ല്. ഇത്രയും ഡയലോഗ് ഇന്ദ്രജിത്തിന് പോലും കാണാതെ അറിയുമെന്ന് എനിക്കറിയില്ല. അടുത്തത് പിന്നെ കർഷക മന്ത്രാലയത്തിന്റെ പരസ്യം ചെയ്തിരുന്ന ഒരു കർഷക മന്ത്രാലയത്തിന്റെ പരസ്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ പരസ്യവും ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടനാണ് ആ ശബ്ദത്തിനുടമ. ആ പരസ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചിരിക്കും. റെഡി? രാജു, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്ക് കാണുന്നതേ ഇല്ലല്ലോ. ഗോപാല, കേന്ദ്ര സർക്കാർ കർഷകർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങിക്കുവാൻ പോയതാണു ഞാൻ. ഓഹോ, അങ്ങനെയോ? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഗോപാല, ടോൾ ഫ്രീ നമ്പറായ 11047443 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. ഇതെല്ലാം വലിയ ചിലവുള്ള കാര്യമല്ലേ? ഹഹാഹാ, ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. അടിപൊളിയായിരുന്നു. ഞാൻ ഈ 2016 ആദ്യമായിട്ട് കണ്ട ഒരു മിമിക്രി പ്രകടനമായിരുന്നു. രഞ്ജിത്തിനപ്പം നല്ലൊരു കൈയടിയില്ല. താങ്ക് യു രഞ്ജിത്ത്.